എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫോർ എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫോർ ഉപയോഗിക്കുന്നത് പർപ്പസ് പറയാൻ വേണ്ടിയിട്ടാണ്. 8 വാക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, 8 വിത്ത് വരെയുള്ളത്. ഇനി ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രപ്പോസിഷൻ തീരാണ്. ഫോർ ഉപയോഗിക്കുന്നത് വി യൂസ് ഫോർ ടു ഷോ ഹൂ ഇസ് ഇന്റൻഡഡ് ടു ഹാവ്, ആർക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ പറയാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് എ ലെറ്റർ ഫോർ യു, ഇത് നിനക്ക് വേണ്ടിയുള്ള കത്താണ്. അവിടെ നമ്മൾ അതിന്റെ പർപ്പസാ പറയുന്നത് അല്ലേ, നിനക്ക് വേണ്ടി. ദീസ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ അസ്, ഈ സീറ്റ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്കാണ്. അതുപോലെ ദ ടീഷർട്ട് വാസ് ടു സ്മോൾ ഫോർ ഹിം, വേണ്ടി എന്ന അർത്ഥത്തിൽ അല്ലേ. യെസ്. ഇനി ഫോറിന്റെ അടുത്ത ഉപയോഗം ഇന്ന കാര്യത്തിന് വേണ്ടി. വി യൂസ് ഫോർ ടു ഷോ പർപ്പസ്, ശ്രദ്ധിക്കണ പർപ്പസ് or function. Let's go for a walk, നമുക്ക് നടക്കാൻ പോവാം. This tool is for ploughing soil, നിലം ഉഴുതുമറിക്കാനുള്ള ടൂളാണ്. This machine is for wasting clothes. For അതിന് വേണ്ടിയുള്ളത്, വേണ്ടി എന്ന അർത്ഥത്തിൽ അല്ലെ, വേണ്ടി വേണ്ടി. ഇനി അടുത്തത് വി യൂസ് ഫോർ ടു ഡിനോട്ട് എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് ഒരു പീരീഡ് ഓഫ് ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെൻസ് അക്കോർഡിംഗ്. പീരീഡ് ഓഫ് ടൈമിന് ഫോറും പോയിന്റ് ഓഫ് ടൈമിന് സിൻസും. അതായത് ഇത്ര കാലത്തോളം, ഇത്ര കാലമായിട്ട് എന്ന അർത്ഥത്തിൽ. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years, 10 വർഷമായിട്ട്. ഹി ഹാസ് ബീൻ ലിവിങ് ഇൽ ഫോർ 2 days, 2 ദിവസമായിട്ട് അല്ലെ. ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ലാസ്റ്റ് 6 months, കഴിഞ്ഞ 6 മാസമായിട്ട്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? പീരീഡ് ഓഫ് ടൈം പറയാനാണ് ഫോർ യൂസ് ചെയ്യുന്നത്. പീരീഡ് ഓഫ് ടൈം, പീരീഡ് ഓഫ് ടൈം. ഓക്കെ. ഇനി പി പീസ് ആൻഡ് പി വിസ് നോക്കാം. ഫോറിന്റെ പാഷൻ ഫോർ, എന്ത് പാഷൻ ഫോർ, ഒരു കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിൽ, പാഷൻ ഉണ്ടെങ്കിൽ പാഷൻ ഫോർ. ഹിയർസ് എ പാഷൻ ഫോർ സയൻസ് ഫിക്ഷൻ, പാഷൻ ഫോർ, പാഷൻ ഫോർ, പാഷൻ ഫോർ. Concern for, his concern for the poor is only a pose. Concern for, concern for, concern for. Consent for, he gave his consent for the project to the underway. Famous for, this town is famous for its beautiful buildings. Taste for, he has a taste for gambling. Gambling നോട് അഭിരുചിയുണ്ട് അദ്ദേഹത്തിന്. He has a taste for gambling. അപ്പൊ നോക്കിയേ, passion for, taste for. ഇനി ടേസ്റ്റ് ഇന്നും യൂസ് ചെയ്യാറുണ്ട്, അത് കുഴപ്പമില്ല. ഹി ഹാസ് വെരി ഗുഡ് ടേസ്റ്റ് ഇൻ മ്യൂസിക്. അഭിരുചി എന്നതിന് ടേസ്റ്റ് ഫോറും ഉപയോഗിക്കാം, ടേസ്റ്റിന് ഉപയോഗിക്കാം. ഗുഡ് ഫോർ പ്ലസ് നൗൺ, അതായത് നമ്മൾ ഗുഡ് ഫോർ ഉപയോഗിക്കാറുണ്ട് ഇവിടെ നൗൺ വരുമ്പോൾ, യൂസേജസ് പറയുമ്പോൾ. സെർച്ച് ഫോർ, ദിസ് സെർച്ച് ഫോർ ദ പ്ലെയിൻ ഇസ് ഫ്രൂട്ട്ലെസ്, അപ്പൊ സെർച്ച് ഫോർ, സെർച്ച് ഫോർ. പിന്നെ അസംബിൾഡ് ഫോർ, അസംബിൾഡ് ഫോർ. വി ഹാഡ് അസംബിൾഡ് ഫോർ ദ ഫസ്റ്റ് വേർഡ്സ്, നമ്മൾ കൂടിച്ചേരുക, സമ്മേളിക്കുന്ന അർത്ഥത്തിൽ അസംബിൾഡ് ഫോർ. റെസ്പോൺസിബിൾ ഫോർ, ഹിസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ദിസ്. അതുപോലെ ലെഫ്റ്റ് ഫോർ, ദ ലെഫ്റ്റ് ഫോർ കൊച്ചിൻ, കൊച്ചിക്ക് വിട്ടു. നോക്കിയ ലെഫ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ലീവ് ഫോറിന്റെ പാസ്റ്റ് ആണ്. ലീവ് ഫോർ, കൊച്ചിക്ക് വിടുക, ദാറ്റ് മീൻസ് ഗോ, പോവുക എന്നാണ് അർത്ഥം. അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഒന്ന് മേരി രശ്മി ഒന്ന് സ്റ്റേജിലേക്ക് വാ, നോക്കട്ടെ. എന്നിട്ട് ഈ പി പീസ് ആൻഡ് പി വിസ് ഒന്ന് വായിച്ചേ. കേൾക്കാമോ? കേൾക്കാം. പാഷൻ ഫോർ, കൺസേൺ ഫോർ, കൺസെന്റ് ഫോർ, ഫേമസ് ഫോർ, ടേസ്റ്റ് ഫോർ, ടേസ്റ്റ് ഇൻ, ഗുഡ് ഫോർ, സെർച്ച് ഫോർ, അസംബിൾഡ് ഫോർ, റെസ്പോൺസിബിൾ ഫോർ, ലെഫ്റ്റ് ഫോർ. ഓക്കെ, അവിടെ തന്നെ നിന്നോളൂ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. റാണി ഫാദർ did not consent for her marriage to a shopkeeper. യെസ്. എന്താണ് ഇവിടുത്തെ പി വി? എന്താ? കൺസെന്റ് ഫോർ. കൺസെന്റ് ഫോർ. അതെ സർ. അടുത്ത ചോദ്യം, യു വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഡാഷ് യുവർ കണ്ടക്ട്.
You will be held responsible for your conduct. Responsible for. അടുത്തത് മോസ്റ്റ് ഓഫ് ദി ഫിലിം സ്റ്റാർസ് ഹാവ് എ പാഷൻ ഡാഷ് ഫാഷൻ. Most of the film stars have a passion for fashion. പാഷൻ ഫോർ അല്ലേ? യെസ്. അടുത്തത് ഓയിൽ ഈസ് ഗുഡ് ഡാഷ് ബേൺസ്. Oil is good for burns. എന്തുകൊണ്ടാണ് ഗുഡ് ടു വരാതിരുന്നത്? ഗുഡ് നൗൺ ആണ് സാർ വന്നേക്കുന്നത്. ബേൺസ് എന്ന് പറയുന്നത് നൗൺ ആണ്, അതുകൊണ്ടാണ് Noun. അല്ലേ? ആ. ഗുഡ് ഗുഡ്. ഓക്കെ, ലിൻസി വി പി എ പറഞ്ഞോ. ലിൻസി വി പി ശരിക്ക് വന്നാ? ഓക്കെ, മേരി എന്നെ പറഞ്ഞ. മേരി, ലിൻസി വന്നോളൂ. Kerala is famous for its beautiful scenery. Famous for. അതായത് ഏതാ ഇവിടെ പി വി എന്താ? ഫേമസ്. Famous for. ഫേമസ് ഫോർ. ഓക്കെ. ഇന്നലെ ഒരു ചോദ്യം ഞാൻ മോഡൽ ഇത് ചെയ്തിരുന്നേ. അതിനകത്തൊരു ചോദ്യം ഉണ്ട്. ദിസ് അതിങ്ങനെയാണ് തോന്നുന്നു, ഓർമ്മയില്ല. എന്നാൽ ഇതുപോലെ തന്നെ ഇത് മെഡിസിൻ. ദിസ് മെഡിസിൻ ഈസ് ഡാഷ് കഫ്. ഇവിടെ എന്താ വരിക? Is good for cough. അല്ല, ഗുഡ് ഒന്നും വേണ്ട. ഈസ് അല്ലേ? ഫോർ ഉണ്ട്, ഇന്നുണ്ട്, ഓഫ് ഉണ്ട്. Is for cough. ഫോർ. എന്തുകൊണ്ട് അവിടെ ഫോർ ഉപയോഗിച്ചേ? ഇതിന് വേണ്ടിയിട്ടെന്ന് പറയുന്ന ഒരു സ്പെസിഫിക്. എന്താണ് അതിന്റെ ഈ മെഡിസിന്റെ പർപ്പസ് അല്ലേ? അതെ. പർപ്പസ് പറയാൻ വേണ്ടി എന്ന അർത്ഥത്തിൽ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ, നോക്കണേ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഇനി ഇതുപോലെ മറുപടി പറയാൻ പറ്റിയവരൊക്കെ സ്റ്റേജിലേക്ക് വന്ന് അവിടെ നിന്നോളൂ, ഞാൻ ഇതുപോലെ ചോദിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻഡു ആണ്. ഇൻഡു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, ലേക്ക് എന്നാണ്. ഉള്ളിലേക്ക്, അകത്തേക്ക് എന്നാണ് അർത്ഥം. Come into the house, she dived into the water, he threw the letter into the fire. Okay, അത്രേ ഉള്ളൂ. ഉള്ളിലേക്ക് ഇൻഡു, സോറി അകത്തേക്ക്. കഴിഞ്ഞു. ഇൻഡുവിന്റെ ഉപയോഗം അത്രേ ഉള്ളൂ. ഇൻഡു വെച്ചിട്ട് പീപ്പീസ് ആൻഡ് പീവീസ് നോക്കാം. ഗെറ്റ് ഇൻ ടു ട്രബിൾ, പ്രൈ ഇൻഡു. പ്രൈ ഇൻഡു എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. ഗെറ്റ് ഇൻ ടു ട്രബിൾ എന്ന് പറഞ്ഞാൽ ഗോഡ് ഇൻ ടു ട്രബിൾ ഫോർ എനിത്തിങ്, അതായത് പ്രശ്നത്തിൽ ചാടുക. ബ്രീഡ് ഇൻഡു വളർത്തിയെടുക്കുക. ഗുഡ് മാനേഴ്സ് ഫോർ ബ്രെഡ് ഇൻഡു. ബ്രെഡ് ഇൻഡു എന്ന് പറഞ്ഞാൽ ബ്രീഡ് ഇൻഡുവിന്റെ പാസ്റ്റ് ആണ്. ഓക്കെ, ബ്രെഡ് ഇൻഡു. ഓക്കെ, ദ ബോയ് ബൈ ഹിസ് പാരൻസ്. ബുളി ഇൻഡു, പേടിപ്പിക്കുക എന്നർത്ഥത്തിൽ. കാർവ് ഇൻഡു, കൊത്തിയെടുക്കുക. അത്രേ ഉള്ളൂ. ആതിര ഒന്ന് വാ സ്റ്റേജിലേക്ക്. അർച്ചന വാ. നസീറ, സെറീന, റീന. കുറെ ആനമാരുണ്ടല്ലോ. റീന, പ്രീ എലിഫന്റ്. സെറീന, സെറി എലിഫന്റ്. വരൂ, സ്റ്റേജിലേക്ക് വരൂ. എന്തൊക്കെയാണ് ആതിര ഈ ഇൻഡുവിന്റെ പിപിസ് ആൻഡ് പിവിസ്? Get into trouble, pry into, breed into, bully into, curve into. ഒന്നര വായിക്കി. Get into trouble, pry into, breed into, bully into, curve into. ഓക്കെ, ബുളി ഇൻഡു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? He was bullied into cutting the fire. ഭയപ്പെടുത്തുക. കാർവ് ഇൻഡു എന്ന് പറഞ്ഞാൽ കൊത്തുക, കൊത്തിയെടുക്കുക. പ്രൈ ഇൻഡു എന്ന് പറഞ്ഞാൽ പ്രൈ ഇൻഡു എത്തി നോക്കുക. ബ്രീഡ് ഇൻഡു വളർത്തുക. ഗെറ്റ് ഇൻ ടു ട്രബിൾ, കുഴപ്പത്തില് ചാടുക. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. The man jumped into the pond. എന്തുകൊണ്ടാ ഇൻഡു വന്നത്? ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ. ഉള്ളിലേക്ക്. ഡോണ്ട് പ്രൈ ഡാഷ് അതർ പീപ്പിൾ സീക്രട്സ്. Pry into, എത്തി നോക്കരുതെന്നല്ലേ? ഓക്കെ, അടുത്തത്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ബിറ്റ്വീൻ എന്ന് വേർഡാ പഠിക്കാൻ പോകണം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എമങ് എന്ന് പറഞ്ഞാലും ഇടയിൽ എന്നാണ് അർത്ഥം. പൊതുവെ എമങ് കുറെ ആൾക്കാർക്കിടയിലാണെങ്കിൽ, അല്ലെ, രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എമങ്. രണ്ടുപേരേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ ഉള്ളൂ എങ്കിൽ അതിനിടയിൽ ബിറ്റ്വീൻ. ഇത് പൊതുവായ റൂളാണ്, ഇതറിയാത്ത ആരുണ്ടാവില്ല അല്ലേ? യെസ്.
സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അവർ ഹൗസ് ഇസ് ബിറ്റ്വീൻ ദ മൗണ്ടെയിൻസ് ആൻഡ് ദ സീ. വി യൂസ് ബിറ്റ്വീൻ to refer to things which are clearly separated. രണ്ടു വ്യക്തികൾക്കോ രണ്ടു വസ്തുക്കൾക്കോ ഇടയിൽ എന്ന അർത്ഥത്തിൽ സാധാരണ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. അവർ ഹൗസ് ഇസ് ബിറ്റ്വീൻ ദ മൗണ്ടെയിൻ ദ സീ എന്ന രണ്ടെണ്ണത്തിന്റെ ഇടയിൽ. ദ ലിവ്ഡ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 1998 2015. അതിൻ്റെ ഇടയിൽ ഒരു ആൻഡ് കണ്ടോ? എപ്പോഴും ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ ആൻഡ് ഉണ്ടാവും. ശരിക്കും ബിറ്റ്വീൻ ആൻഡ് എന്നാണ്. ബിറ്റ്വീൻ കുത്ത് ആൻഡ് ആൻഡ് കണ്ടോ? പടത്തിൽ കണ്ടോ ആൻഡ് കണ്ടോ? ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ കുറെ ആൾക്കാരുണ്ടെങ്കിൽ എമങ്ങാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നസീറ സിറ്റ്സ് ഇരിക്കുന്നു ഡാഷ് ആതിര ആൻഡ് മേരി. മേരിയുടെയും ആതിരയുടെ ഇടയിലാണ് ആര് ഇരിക്കുന്നത്? നസീറ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാ വരിക? നസീറ. ആയിക്കോടാക്ക്. ഹലോ. ആ ഓക്കെ. ഇതിനിടയിൽ എന്താ എമങ് ആണോ ബിറ്റ്വീൻ ആണോ വരിക? ബിറ്റ്വീൻ. എന്തുകൊണ്ടാണ് ബിറ്റ്വീൻ വരുന്നത്? രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് ആളുകളെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇടയിലായപ്പോ ബിറ്റ്വീൻ. ബിറ്റ്വീൻ ആതിരയും മേരി രണ്ടു പേർക്കിടയിലായതുകൊണ്ട് ബിറ്റ്വീൻ. എന്ന് ഞാൻ അടുത്തൊരു ചോദ്യം തരട്ടെ. ഓക്കെ. നസീറ സിറ്റ്സ് ഡാഷ് ഗേൾസ്. പെൺകുട്ടികളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. അവിടെ ബിറ്റ്വീൻ ആണോ എമങ് ആണോ? എമങ്. അതെന്തുകൊണ്ടാ? അവിടെ ഒരു ഗ്രൂപ്പ് ആളുകളാണ്, അവർക്കിടയിലാവും. കുറെ ആൾക്കാരുണ്ട് അല്ലെ, ഒരു ഗ്രൂപ്പാണ് അല്ലെ, അതുകൊണ്ട് ഇവിടെ എമങ് ആണ് വരിക. എന്ന മൂന്നാമത്തെ ചോദ്യം, നസീറ സീറ്റ്സ് ഡാഷ് ആതിര മേരി ആൻഡ് സൂര്യ. ഇവിടെ എന്താ വരിക? എമങ് തന്നെ. മൂന്നാൾക്കാരുണ്ട്, സ്വാഭാവികമായും എമങ് അല്ലെ. 1 2 3 എമങ് ആണ് വരിക. പക്ഷെ എമങ് അല്ല, ഇവിടെ ശരി ഉത്തരം ബിറ്റ്വീൻ ആണ്. അതായത് ആളുകളെ പേരുകൾ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ അത് 100 ആളുണ്ടെങ്കിലും ബിറ്റ്വീനാ വരിക. പക്ഷെ എല്ലാവരും എമങ് ആണ് എഴുതുക. നമ്മൾ അങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എമങ് ആണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, ഈ ആൻഡ് ഉണ്ടോ നോക്കുക. ആൻഡ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും? ബിറ്റ്വീൻ ആയിരിക്കും. അത് നോട്ട് ചെയ്താൽ മതി. ഇനി അതേപോലെ വേറൊരു നോട് എല്ലാവരും തെറ്റിക്കുന്നുണ്ട്. 4ാമത്തെ, നസീറ സീറ്റ്സ് ഡാഷ് 10 ഗേൾസ്. കുറെ പെൺകുട്ടികളല്ലേ, അപ്പൊ എന്താ വരിക? ഇവിടെ എമങ് അല്ലേ? എമങ് ആണോ? അല്ല, അവിടെയും ബിറ്റ്വീൻ ആണ്. അതിനൊരു കാരണം ഈ സംഖ്യകൾ തരുന്നതാണ്. നമ്പർ തന്നാൽ ഓക്കെ 5 സ്റ്റുഡൻസ് 10 സ്റ്റുഡൻസ് 100 സ്റ്റുഡൻസ് 1000 സ്റ്റുഡൻസ് പറഞ്ഞാലും ബിറ്റ്വീൻ ആണ് വരിക. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പിന്നെ ആൻഡിന്റെ കേസും ഓർത്തിരിക്കുക. ആൻഡ് ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ ആയിരിക്കും. പിന്നെ ജനറലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഗേൾസ് യങ്ങസ്റ്റേഴ്സ് അങ്ങനെ പറഞ്ഞാൽ എമങ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ വി യൂസ് ബിറ്റ്വീൻ ടു ടോക്ക് അബൌട്ട് ഡ്യൂറേഷൻ പറയാൻ വേണ്ടി ബിറ്റ്വീൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ദ ഓഫീസ് വർക്ക്സ് ബിറ്റ്വീൻ 10 AM 5 PM. ആൻഡ് ഉണ്ടോ? ദ ഇന്റർവ്യൂ വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ 10 AM and 1 PM. അങ്ങനെ ഡ്യൂറേഷൻ പറയാനും ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് PPs and PVs നോക്കാം. ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ.
ആർഗ്യുമെന്റ് ബിറ്റ്വീൻ, ട്രീറ്റി ബിറ്റ്വീൻ. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ നസീറ, ഏതൊക്കെയാ PPs and PVs? Difference between, argument between, treaty between. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ആതിര, ഇതിന്റെ ആൻസർ പറ. Sir, ആൻസർ പറ. the old man shared his property between his wife, dash his wife, his son and his sister. 3 ആളുണ്ട്, അപ്പൊ ഏതാ വരിക? Between വരും. എമങ്ങല്ലോ, അല്ല. എന്തുകൊണ്ടാ ബിറ്റ്വീൻ വന്നത്? ഇവിടെ ഒന്ന് ആൻഡ് വന്നു, പിന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ഇതിന്റെ ക്ലൂ ആണ് ആൻഡ്. യെസ്. അടുത്ത The interview will be held between 10 a.m. dash 1 p.m. യെസ്, ബിറ്റ്വീൻ. എന്തുകൊണ്ടാണ്? അയ്യോ, Between 10 a.m. and 1 p.m. അതായത് ബിറ്റ്വീൻ ഉണ്ടെങ്കിൽ and ഉണ്ടാവും അല്ലെ? 10 AM and 1 PM. ഓക്കെ, താങ്ക് യു. Thank you, sir. ഇനി നമുക്ക് യമങ് ഇപ്പൊ നമ്മൾ പഠിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്. യമങ് ഉപയോഗിക്കുന്നത് ഇടയിൽ എന്ന അർത്ഥത്തിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ യമങ് ഉപയോഗിക്കുന്നു. We use among to refer to more than 2 person or things. 2-ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, അത് ആൻഡ് ഉണ്ടെങ്കിലോ പേരെടുത്ത് പറഞ്ഞാലോ പറ്റൂല, അത് ബിറ്റ്വീൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. The prize was distributed among the winners. The squirrel hid among the branches. We have traitor among us. ഇനി 2-ൽ കൂടുതൽ വ്യക്തികളോ വസ്തുക്കളോ പ്രത്യേകം എടുത്തു പറയുമ്പോൾ എമങ്ങിന് പകരം ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചു, റഹീം ഈസ് സ്റ്റാൻഡിങ് എമംഗ് രാജു ആൻഡ് രാധ. റഹീം ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ രാജു ആൻഡ് രാധ. ആദ്യം പറഞ്ഞത് തെറ്റാണ്, എമംഗ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം 2 പേരായതുകൊണ്ട്. പിന്നെ റഹീം ഈസ് സ്റ്റാൻഡിങ് എമംഗ് 3 ചിൽഡ്രൻ എന്ന് പറയുന്നത് തെറ്റാണ്, 3 ഉള്ളത് കൊണ്ട് അത് സംഖ്യയാണ്, അതുകൊണ്ട് റഹീം ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 3 ചിൽഡ്രൻ, അതാണ് ശരി. തവണ മേരി എന്ന് പറഞ്ഞ ആൻസർ. Hello, sir. Sachin is a great player among the world cricket players. Yes. എന്തുകൊണ്ടാണ് among വന്നത്? Sir, ഒരുപാട് പേരുണ്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സ്. ക്രിക്കറ്റ് പ്ലേയേഴ്സ് അല്ലേ, കുറെ ആൾക്കാരുണ്ട്. അടുത്തത്, I have a really good book dash all these books. Among all these books. എന്തുകൊണ്ടാണ്? ഒത്തിരി ബുക്കുകൾക്കിടയിൽ ഞാൻ റീഡിങ്. ഒത്തിരി ബുക്കുകൾക്കിടയിൽ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിസൈഡ് ആണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ എന്നാണ്. We use beside to say next to or at the side of. അരികിൽ. I sat beside him. She stood beside her father. He knelt. മുട്ടുത്തി. എവിടെ? beside the child, കുട്ടീൻ്റെ അടുത്ത്. He sat down beside the fire. തീയിൻ്റെ അരികിൽ ഇരുന്നു. beside അരികിൽ. Beside is used in the sense of compared with somebody. Comparison നടത്താൻ വേണ്ടി beside യൂസ് ചെയ്യാറുണ്ട്. My score in the examination is very poor beside yours. നിന്റതിനെ അപേക്ഷിച്ച് എൻ്റെത് ഭയങ്കര, എൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. Okay, my score is in the examination is very poor beside yours. Okay, clear? Yes. നസീറായി ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറയാൻ നോക്കട്ടെ. The building is dash the river. Beside the river. എന്തുകൊണ്ടാ? അടുത്താണ് എന്നുള്ള മീനിങ്ങിൽ. അടുത്ത്, അരികിൽ. എന്നാൽ ഈ ബിസൈഡിന്റെ കൂടെ ഒരു എസ് കൂട്ടിയ അർത്ഥം മാറും കേട്ടോ. കൂടാതെ എന്നാകും. അത് ഞാൻ പറയാം. ഈ ചോദ്യത്തിന് ഉത്തരവുള്ളൂ പറഞ്ഞാൽ I hate sitting. I hate sitting dash her beside her.
അവളുടെ അരികിൽ ഇരിക്കുന്നത് അല്ലേ? ഐ ഹേറ്റ്. ഓക്കെ, ഇനി അടുത്തത് ബിസൈഡ്സ് എന്ന് പറയുന്ന വേർഡാണ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ. Besides working as a doctor, he also writes novels in his spare time. അതായത് ഡോക്ടറാണ് അദ്ദേഹം, കൂടാതെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം നോവൽസ് ഒക്കെ എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങളിൽ. വി യൂസ് ബിസൈഡ് ടു സേ ഇൻ അഡീഷൻ ടു. കൂടാതെ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ബിസൈഡ് എന്ന് പറയുന്നത്. ബിസൈഡ്സ് മിൽക്ക് ആൻഡ് ബട്ടർ, മിൽക്കും ബട്ടറും കൂടാതെ we need some vegetables. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വേണം. ബിസൈഡ് ക്യാൻസർ കൂടാതെ സ്മോക്കിംഗ് ക്യാൻ ലീഡ് ഓൺ ടു അതർ ഡിസീസ്, മറ്റു ചില അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത് പുകവലി. നോ വൺ റൈറ്റ്സ് ടു മീ ബിസൈഡ്സ് യു, നീ അല്ലാതെ വേറെ ആരും എനിക്ക് എഴുതാനില്ല. ബിസൈഡ്സ്. എന്നാ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരാ പറയാ? ആതിര പറ. Sir, did you speak to anyone dash to Kartika besides? Yes. അതിന്റെ അർത്ഥം എന്താ? അത് പിന്നെ കാർത്തികയോടല്ലാതെ വേറെ ആരോടെങ്കിലും സംസാരിച്ചിരുന്നു എന്നുള്ള രീതിയിൽ. യെസ്, കാർത്തികയോടല്ലാതെ ഡിഡ് യു സ്പീക്ക് ടു എനിവൺ, ആരോടെയും സംസാരിച്ചിരുന്നോ അല്ലേ? യെസ്, താങ്ക് യു. അല്ല, ഇതോടെ ആൻസർ പറഞ്ഞിട്ട് പോയിക്കോ. ഡാഷ് ലിറ്ററേച്ചർ വാട്ട് ഡിഡ് യു സ്റ്റഡി അറ്റ് യൂണിവേഴ്സിറ്റി? Besides literature, what did you study at university? ലിറ്ററേച്ചർ അല്ലാതെ വേറെ എന്തെങ്കിലും നീ എന്താണ് യൂണിവേഴ്സിറ്റി പഠിച്ചത്? ഓക്കെ, ഗുഡ്, താങ്ക് യു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എബൌട്ട് ആണ്. എബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്, എന്തെങ്കിലും സംഭവമായി ബന്ധപ്പെട്ടിട്ട്, സംബന്ധിച്ച്, കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയാണ് എബൌട്ടിന്റെ അർത്ഥം. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എനിമോർ, എനിക്കിതുമായി ബന്ധപ്പെട്ട് നീ സംസാരിക്കേണ്ടതില്ല. വാട്ട് ഷീ സോ ആംഗ്രി അബൌട്ട്, എന്താണ് അവൾ ഇത്ര ദേഷ്യത്തില്? ദർ ഇസ് സംതിങ് സ്ട്രേഞ്ച് അബൌട്ട് ഹിം, അവനെന്തോ ഒരു കുഴപ്പമുണ്ട്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ PPs ആൻഡ് PVs നോക്കാം. ഒന്ന് ബോദർ അബൌട്ട്, ശ്രദ്ധിക്കുക, ബോദർ അബൌട്ട്, ബോദർ അബൌട്ട്, ബോദർ അബൌട്ട്. ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്, ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്, ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്. വറി അബൌട്ട്, വറി അബൌട്ട്, വറി അബൌട്ട്. Careless about, careless about, careless about. Don't be so careless about with spelling. Well, happy about, happy about, happy about. ഇത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ആരാ സ്റ്റേജിലേക്ക് വരുന്നത്? ആരെങ്കിലും വന്നോളൂ. സൂര്യ, എന്താ പറ്റിയ? രജിത അമയ, സൂര്യ, ഈ എബൌട്ട് വെച്ചുള്ള PPs ആൻഡ് PVs ഒന്ന് വായിക്കാവോ സൂര്യ? സർ ഒന്നുകൂടിയും പറയാമോ? ഏതിന്റെയാ? എബൌട്ടിന്റെയാ? അതല്ല സാർ ഇപ്പൊ എന്നോട് ചോദിച്ചത്, ഞാൻ കേട്ടില്ലായിരുന്നു. അതായത് എബൌട്ട് വെച്ചിട്ടുള്ള PPs ആൻഡ് PVs ഒന്ന് വായിക്കാം. ബോദർ അബൌട്ട്, ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട്, വെറി അബൌട്ട്, കെയർലെസ് അബൌട്ട്, ഹാപ്പി അബൌട്ട്. സാർ സൗണ്ട് കുറവുണ്ടോ? സൂര്യന്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. സാറിന്റെ സൗണ്ട് കുറവുണ്ടോ? എന്റെ ശബ്ദം കുറവുണ്ടോ? ഉണ്ടോ നസീറ? ഇല്ല, അപ്പൊ സൂര്യ ശബ്ദം ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ഓക്കെ, യെസ്, അങ്ങനെയാണ്. സൂര്യ, ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. There is nothing to worry dash. There is nothing to worry dash about. അതായത് വെറി അബൌട്ട് അല്ലേ? വെറി കണ്ട ഞാൻ അബൌട്ട്, വെറി അബൌട്ട്. അടുത്തത് don't bother dash these trivial matters. Bother about. യെസ്, എന്താണ് ബോദർ അബൌട്ട് അല്ലെ? ബോദർ അബൌട്ട്, ബോദർ അബൌട്ട്, ബോദർ അബൌട്ട്, ബോദർ അബൌട്ട്, ബോദർ അബൌട്ട്, ബോദർ അബൌട്ട് അല്ലെ? ബോദർ അബൌട്ട്. വറി About. ബോദർ About. വറി അബൌട്ട്, ബോദർ അബൌട്ട് മറക്കരുത് കേട്ടാ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ എക്രോസ് ആണ് പഠിക്കാൻ പോണത്. സംഭവം കഴിഞ്ഞു കേട്ടാ.
എക്രോസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കുറുകെ എന്നാണ് അതിനർത്ഥം. എ സ്നേക്ക് സ്ലിതേഡ് എക്രോസ് ദ ഗ്രാസ്, പുല്ലിന് കുറുകെ നീന്തി, സോറി ഇഴഞ്ഞു, സ്ലിതേഡ് എന്ന് പറഞ്ഞു ഇഴഞ്ഞു. ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ് ഓഫ് സംതിങ്, കുറുകെ വിലങ്ങനെ, ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റം വരെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഹി വാക്ക്ഡ് അക്രോസ് ദ ഫീൽഡ്, ഫീൽഡിലൂടെ വാക്ക്ഡ് അക്രോസ് ദ ഫീൽഡ്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരറ്റത്ത് നിന്നും വേറെ അറ്റത്തേക്ക് എന്നുള്ള രൂപത്തിലാണ് വാക്ക്ഡ് അക്രോസ് ദ ഫീൽഡ് എന്ന് പറഞ്ഞത്. ഐ ഡു എ ലൈൻ അക്രോസ് ദ പേജ് അല്ലേ, അതായത് അക്രോസ് ദ പേജ് എന്ന് പറയുമ്പോൾ ക്രോസിന്റെ ഒരു അറ്റം ഒരു അറ്റം വരെ വരച്ചു എന്നാണ്. ദ ബോയ് സ്വാം അക്രോസ് ദ ലേക്ക്, ലേക്കിലൂടെ തടാകത്തിലൂടെ നീന്തി. സ്നേക്ക് സ്ലിതേഡ് അക്രോസ് ദ ഗ്രാസ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവിടെ കുറുകെ വിലങ്ങനെ, അല്ലെങ്കിൽ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റം വരെ, അതാണ് എക്രോസിന്റെ അർത്ഥം. ഇനി ഓൺ ദ അതർ സൈഡ് ഓഫ് സംതിങ് എന്നൊരു അർത്ഥം കൂടി എക്രോസിനുണ്ട്. അതായത് അങ്ങേ പുറത്ത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അല്ലെങ്കിൽ അങ്ങേ അറ്റത്ത്. ദ ബാങ്ക് ഈസ് ജസ്റ്റ് എക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിന്റെ അങ്ങേ അറ്റത്ത്. എക്രോസ് ദ റോഡ്, റോഡിന്റെ അങ്ങേ അറ്റത്ത്, അപ്പുറത്ത്, റോഡിന്റെ അങ്ങേപ്പുറത്ത്. മൈ ടൗൺ ഇസ് ജസ്റ്റ് എക്രോസ് ദ റിവർ. ടൗൺ എന്ന് പറയുന്നത് റിവറിന്റെ അപ്പുറത്താണ്, അങ്ങേ അപ്പുറത്താണ്, അങ്ങേ പുറത്താണ്, അങ്ങേ അറ്റത്താണ്. അങ്ങനെയും അക്രോസിന് അർത്ഥമുണ്ട്. ഇനി ഇൻ എവറി പാർട്ട് ഓഫ് ദ പ്ലേസ് ഗ്രൂപ്പ് പീപ്പിൾ, അതായത് നമ്മൾ മലയാളത്തിൽ ഉടനീളം എന്ന് പറയില്ലേ, ഉടനീളം, അതിന് എക്രോസ് എന്നാണ് പറയാ. ഉദാഹരണം, ഹർ ഫാമിലി ഈസ് സ്കാറ്റേഡ് അക്രോസ് ദ കൺട്രി, രാജ്യത്തുടനീളം ചിതറിക്കിടക്കുകയാണ് അവരുടെ കുടുംബം. രാജ്യത്തുടനീളം, അക്രോസ് ദ കൺട്രി. അക്രോസ് ഓൾ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ഉടനീളം. അതുപോലെ അക്രോസ് ദ റൂം, റൂമിലുടനീളം. ഷീ ഡാൻസ്ഡ് ആൻഡ് 12 അക്രോസ് ദ റൂം, റൂമിൽ മുഴുവനായിട്ട് ഓടി നടന്നു. അങ്ങനെ അക്രോസ് എന്ന് വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ രജിത അമ്മയ മൈക്കൊന്ന് ഓണാക്കിയ. രജിത അമ്മയ, രജിത. ആ, ഈ അമയ ആരുടെ പേരാ? രജിത മോളുടെ പേരാണ് സർ. മോളെ, വെരി ഗുഡ്. അപ്പൊ രജിത ഇവിടെ ആൻസർ ഒന്ന് പറയാം. ഡോഗ് സ്വാം ഡാഷ് ദ റിവർ. The dog swam across the river. ഡോഗ് സ്വാം അക്രോസ് അല്ലേ ദ റിവർ. ഇവിടെ അക്രോസ് ദ റിവർ എന്ന് പറയുമ്പോ ദ ഡോഗ് സ്വാം അല്ലെ, പുഴയ്ക്ക് കുറുകെ നീന്തി. ഇവിടെ കുറുകെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതെ സർ. യെസ്. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞത് ഡോഗ് ലെഡ് ദ ബ്ലൈൻഡ് മാൻ ഡാഷ് ദ റോഡ്. Across. ആ, എക്രോസ്. കാരണം ഡോഗ് കണ്ണ് കാണാത്ത മനുഷ്യനെ എക്രോസ്, റോഡിന് കുറെ അങ്ങോട്ട് കടത്തി അല്ലെ? യെസ്. ഓക്കെ, താങ്ക് യു രചിത. ഇനി ലാസ്റ്റ് വേർഡ് ആണ് ഓവർ. ആ, പറഞ്ഞോളൂ. നമുക്ക് ഇത് ഇപ്പോഴാണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോ ഓപ്ഷനിൽ കാണുമ്പോഴാണ് നമുക്ക് എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. അത് ഞാൻ മിക്സ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ള മാത്രമേ മാർഗമുള്ളൂ. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ബ്രിസ്റ്റു ആപ്പിൽ പോയിട്ടേ അവിടെ 18 സെറ്റ് ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്. അതായത് 180 ചോദ്യം. ഏതിന്റെ? പ്രപ്പോസിഷന്റെ. അപ്പൊ ഈ ഇന്നത്തോടുകൂടി ക്ലാസ് തീരും. ലാസ്റ്റ് വേർഡാണ് ഇത്, ഓവർ. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പോയിട്ട് അതിൽ ആദ്യം LP-UPയുടെ ഭാഗം ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാം. അവിടെ സ്റ്റഡി നോട്ട്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. സോറി, സ്റ്റഡി നോട്ട്സ് അല്ല, പ്രാക്ടീസ് സെഷനിൽ ക്ലിക്ക് ചെയ്യാം. പ്രാക്ടീസ് സെഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്ജക്റ്റുകൾ കാണാം. അതിൽ ഇംഗ്ലീഷ് എടുക്കുക. ഇംഗ്ലീഷിൽ പ്രപ്പോസിഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ പ്രപ്പോസിഷനിൽ 18 സെറ്റ് ക്വസ്റ്റ്യൻ കാണാം. ഓരോ 10 വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റാം, പിന്നെ ചെയ്യുക, അപ്പോൾ റെഡിയാവും. അങ്ങനെ ആ 150 ചോദ്യം ഇങ്ങനെ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് തന്നെ. നാളെ നമ്മൾ അടുത്ത ടോപ്പിക് പഠിക്കുകയാണ്, പുതിയ ടോപ്പിക്കിലേക്ക് പോകണം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഓവർ നോക്കാം. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഓവറും എക്രോസും ഉപയോഗത്തിൽ സാമ്യതയുള്ള 2 വാക്കുകളാണ്. ഇപ്പൊ നമ്മൾ എക്രോസ് പഠിച്ചില്ല, എക്രോസ് ഉപയോഗിക്കുന്നിടത്തൊക്കെ ഓവറും ഉപയോഗിക്കാം. There is a bridge over the river. ബ്രിഡ്ജ് ഓവർ ദ റിവർ, അക്രോസ് ദ റിവർ എന്നും പറയാം. He went over the river by ferry boat.
ഹി വെന്റ് പോയി ഓവർ ദ റിവർ ബൈ ഫെറി ബോട്ട്. ഫെറി ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പുഴയുടെ മുകളിൽ കൂടെ പുഴയിൽ കൂടെ പോയി. ഇലക്ട്രിസിറ്റി കേബിൾ സ്ട്രെച്ച്ഡ് ഓവർ ദ ഫീൽഡ്സ്. ഫീൽഡ് ഇടനീളം അതായത് എക്രോസ് എന്നിവിടെ ഉപയോഗിക്കാം. ഇലക്ട്രിസിറ്റി കേബിൾസ് സ്ട്രെച്ച് എക്രോസ് ദ ഫീൽഡ്സ് ഓവർ ദ ഫീൽഡ്സ്. ഇനി ഓൺ ദ അതർ സൈഡ് ഓഫ് സംതിങ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എക്രോസ് ഉപയോഗിക്കാമല്ലോ. ഓൺ ദ അതർ സൈഡ്, അങ്ങേയറ്റത്ത്, അങ്ങേയറ്റത്ത് എന്ന അർത്ഥത്തിൽ എക്രോസിന് പകരമായിട്ട് ഉപയോഗിക്കാം. ദ ബാങ്ക് ഇസ് ജസ്റ്റ് ഓവർ ദ സ്ട്രീറ്റ്, across the street. His house is over the road, across the road. My town, across എന്ന് പറഞ്ഞാൽ across the road എന്ന് പറഞ്ഞാൽ റോഡിന്റെ കുറുകെ എന്നല്ല അർത്ഥം, റോഡിന്റെ അങ്ങേപ്പുറത്ത്. My town is just over the river. Okay. ഇനി we prefer over to talk about the movement to the other side of something. ഉയരത്തിലുള്ള ഒന്നിനെ കുറുകെ എന്ന അർത്ഥത്തിൽ നമ്മൾ ഓവർ ഉപയോഗിക്കുന്നു. പുഴയുടെ കുറുകെ എന്ന് പറയുമ്പോൾ ഉയരത്തിലാണെങ്കിൽ, മുകളിലൂടെ പോയി എന്നാണെങ്കിൽ ഹി ജംപ്ഡ് ഓവർ ദ വോൾ, ഹി ജംപ്ഡ് അക്രോസ് ദ വോൾ. ഇതിൽ ആദ്യത്തേത് തെറ്റാണ്. അല്ല, ആദ്യത്തെയാണ് ശരി. ഓവർ ദ വോൾ, 2 അക്രോസ് ദ വോൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതായത് ഞാൻ ഇതുവരെ പറഞ്ഞത് എക്രോസും ഓവറും ഒരുപോലെ ഉപയോഗിക്കാം. പക്ഷെ അത് മുകളിലൂടെ എന്ന അർത്ഥത്തിലാണെങ്കിൽ അവിടെ നമുക്ക് എക്രോസ് പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പം 2 കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. ഒന്ന്, ആദ്യം പറഞ്ഞു കുറുകെ, വിലങ്ങനെ എന്ന അർത്ഥത്തിൽ നിങ്ങൾ എവിടെയൊക്കെ എക്രോസ് ഉപയോഗിക്കണ്ടോ, എക്രോസ് ദ റോഡ്, ഓവർ ദ റോഡ്, രണ്ടും ഉപയോഗിക്കാം. അതേപോലെ അങ്ങേപ്പുറത്ത്, അങ്ങേയറ്റത്തിൽ എക്രോസ് ദ റിവർ, ഓവർ ദ റിവർ. പക്ഷേ ഒരു വസ്തുവിന്റെ മുകളിലൂടെ ഉയരത്തിലാണ് കുറുകെ എന്ന് പറയുന്നതെങ്കിൽ അവിടെ എക്രോസ് പറ്റൂല. ഹി ജംപ്ഡ് ഓവർ ദ വോൾ ആണ്, ഹി ജംപ്ഡ് അക്രോസ് ദ വോൾ അല്ല. ഹിസ് ക്ലൈംബിങ് ഓവർ ദ ഫെൻസ് ആണ്, വേലിക്ക് മുകളിൽ, അല്ലേ, അതിന്റെ എക്രോസ് പറ്റൂല. ഇതും കൂടെ നോട്ട് ചെയ്യണം. ഇതൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ അധികം ചോദിക്കാറില്ല. പിന്നെ ഡൂറിങ് സംതിങ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന എക്രോസ് യൂസ് ചെയ്യാറുണ്ട്, ഓവർ യൂസ് ചെയ്യാറുണ്ട്. എവിടെ? ഡൂറിങ് സംതിങ്. വി വിൽ ഡിസ്കസ് ഇറ്റ് ഓവർ ലഞ്ച്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും എപ്പോ? ഓവർ ദ ലഞ്ച്, ലഞ്ച് കഴിച്ചുകൊണ്ട്, അതായത് ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ. ഷി ഹസ് നോട്ട് ചേഞ്ച്ഡ് മച്ച് ഓവർ ദ ഇയേഴ്സ്. ആ വർഷങ്ങളിൽ, ആ കാലഘട്ടത്തിൽ, ആ വർഷങ്ങളിൽ ഷി ഹസ് നോട്ട് ചേഞ്ച്ഡ് മച്ച്, അവൾ ഒത്തിരി മാറിയിട്ടൊന്നുമില്ല. ഓവർ ദ ലഞ്ച്, ഓവർ ദ ഇയേഴ്സ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു സംതിങ് എന്ന രൂപത്തിൽ, അതായത് മലയാളത്തിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട്, അത് സംബന്ധിച്ച്, അതിനെക്കുറിച്ച് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാം. നമ്മൾ എബൌട്ട് പറയാറുണ്ട്. എബൌട്ട് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതായത് ഇറ്റ്സ് നോ യൂസ് ഓഫ് ക്രൈയിങ് എബൌട്ട് സ്പിൽറ്റ് മിൽക്ക്, ഓവർ സ്പിൽറ്റ് മിൽക്ക്. ദെർ വാസ് സം കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് എബൌട്ട് ദ മാറ്റർ, ഓവർ ദ മാറ്റർ. എബൌട്ട് ഉപയോഗിക്കുന്ന പോലെയും ഓവർ ഉപയോഗിക്കാം. അതൊക്കെ ഓടിച്ച് പറയാൻ കാരണം അത്ര പ്രാധാന്യമുള്ളൂ, അതിനാണ് കേട്ടോ. അപ്പോഴധികം ചോദിക്കാറില്ല. എന്തായാലും നസീറ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. Hello. ഇതിന്റെ ആൻസർ പറ. They will not have worries over money. യെസ്. അപ്പൊ എബൌട്ടിന് തുല്യമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓവർ ഉപയോഗിക്കാം. They will not have worry about മണിക്ക് പകരം worry over money. About ഇട്ടാലും ശരിയാണല്ലേ? എബൌട്ട് ഇടാം, എബൌട്ടിന് ശരിയാവും. എബൌട്ട് മണി. അതുപോലെ ഇത് കണ്ടില്ലേ, ഇവിടെ നോ യൂസ് ഓഫ് ക്രൈങ് ഓവർ സ്പിൽറ്റ് മിൽക്ക്. എബൌട്ട് സ്പിൽറ്റ് മിൽക്കിന് പകരം ഓവർ സ്പിൽറ്റ് മിൽക്ക്. പക്ഷെ ഇതൊരു പ്രോവർബാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എബൌട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എബൌട്ട് എഴുതരുത് കേട്ടോ. ഓവർ ആണ് ശരി. കാരണം എന്താ? ഇതൊരു പ്രോവർബാണ് കേട്ടോ. ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്നാണ് ആ പ്രോവർബ്. അവിടെ എബൌട്ട് സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയാറില്ല.
ഇനി let's spread the map on the table and talk it dash. നമ്മൾ ചർച്ച ചെയ്യുക, ഡിസ്കസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തില് അവിടെ അബൌട്ട് പറ്റില്ലേ? ഓവർ ആണ് വരിക. ഓവർ ലഞ്ച് കണ്ടില്ലേ നമ്മള്? കണ്ടോ? ഡിസ്കസ് ഇറ്റ് ഓവർ ലഞ്ച്. It has not changed much over the years. അപ്പൊ ഈ ലഞ്ച് ചായ കുടിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഡിസ്കസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഓവർ ലഞ്ച് കേട്ടോ, ഓവർ ദ ടീ. ഇവിടെ അതിന്റെ PPs ആൻഡ് PVs ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓവറിന്റെ ശ്രദ്ധിക്കുക. ഒന്ന് ഗെറ്റ് ഓവർ എന്ന് പറയുന്ന ഒരു PV ഉണ്ട്. ഇതൊരു ഫ്രേസൽ വെർബ് കൂടിയാണ്. പഠിച്ചിട്ടുണ്ടോ? തരണം ചെയ്യുക. മേരി പഠിച്ചിട്ടുണ്ടോ? മേരി, ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ്? ഇല്ല സാർ. എന്നാ നാളെ എനിക്ക് തോന്നുന്നു അടുത്ത ടോപ്പിക് ഫ്രേസൽ വെർബാ തോന്നുന്നു അല്ലേ? നാളെ ഫ്രേസൽ വെർബാണ്. അപ്പൊ നാളെ ഇത് പഠിക്കും നമ്മൾ. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുക, ഓവർകം. അപ്പൊ ക്യാൻ വി ഗെറ്റ് ഓവർ ദിസ് ഡിഫിക്കൽട്ടി. പിന്നെ ഗെറ്റ് അക്രോസ്, ആശയവിനിമയം നടത്തുക എന്നാണ്. പിന്നെ ടോക്ക് ഓവർ എന്നൊരു പ്രയോഗമുണ്ട്. ടോക്ക് ഓവർ, ലെറ്റ് us ടോക്ക് ഓവർ കോഫി. ചായ കുടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ടോക്ക് ഓവർ. ഇനി അത് ചായ കുടിക്കുന്നവരും ഭക്ഷണം കഴിച്ചുകൊണ്ട്, ലഞ്ച് കഴിച്ചുകൊണ്ടാണെങ്കിൽ ടോക്ക് ഓവർ. എന്താണ് രേഷ്മ പറയാ? ടോക്ക് ഓവർ മേരി? ടോക്ക് ഓവർ ലഞ്ച്, ലഞ്ച്, ടോക്ക് ഓവർ കോഫി. ലഞ്ച്. ഓക്കെ, യെസ്. ഇനി ഓവർ ദെയർ എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷ്. ഓവർ ദെയർ, വി കൻ സ്പീച്ച് ഓവർ ദെയർ. ഓൾ ഓവർ എന്നൊരു പ്രയോഗമുണ്ട്. കം ഓവർ ഉണ്ട്. ഇവിടെ വാ എന്നുള്ള രീതിയിൽ കം ഓവർ. ഓക്കെ, PPs ആൻഡ് PVs എന്ന് വായിച്ചാൽ മേരി. ഗെറ്റ് ഓവർ, ഗെറ്റ് അക്രോസ്. ഗെറ്റ് അക്രോസ് കേട്ടോ, ശ്രദ്ധിക്കണം. ഗെറ്റ് ഓവർ തരണം ചെയ്യുക. ഗെറ്റിന്റെ കൂടെ അക്രോസ് ആണെങ്കിൽ ആശയവിനിമയം നടത്തുക. പിന്നെ ടോക്ക് ഓവർ, ഓവർ ദെയർ, ഓൾ ഓവർ, കം ഓവർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അവിടെ തന്നെ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് പോ. ഷീ കംസ് ടു സ്കൂൾ ബൈ ബസ്. ഇതുവരെ പഠിച്ചതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഷീ കംസ് ടു സ്കൂൾ ബൈ ബസ്. ബൈ ബസ്, ഗുഡ്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇനി രണ്ട്, മൈ ക്യാമറ ഈസ് സുപ്പീരിയർ ഡാഷ് യുവേഴ്സ്. സുപ്പീരിയർ ടു യുവേഴ്സ്. വെരി ഗുഡ്, സുപ്പീരിയർ ടു അല്ലേ? സുപ്പീരിയർ ടു. ഓക്കെ, താങ്ക് യു. രജിത, രജിതന്റെ ആൻസർ പറ. The sun shines. സൂര്യൻ പ്രകാശിക്കുന്നു. എന്തിനാൽ? ഇറ്റ് സൗണ്ട് ലൈറ്റ്, സ്വയം പ്രകാശത്താൽ. ആൽ. ബയ്യല്ലേ? ഓക്കെ സർ, ഞാൻ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ബയ്യ വരും കേട്ടോ. നിർബന്ധമായിട്ട് എല്ലാ ക്ലാസ്സും കാണണേ. സമയമില്ല, നമുക്ക് കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി ദ ബോയ് ഡൈഡ് ഡാഷ് കോളറ. അത് ഡിസീസ് കൊണ്ട് ആവുമ്പോ അതല്ലേ? ഒരുപാട് തവണ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും രജിത കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം രജിത? ക്ലാസ് കാണണം. അത് ക്ലാസ് ഫാസ്റ്റ് ആയി കണ്ടാൽ മതി, സ്പീഡ് കൂട്ടിയിട്ട്. അപ്പൊ ലാഗിങ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ക്ലാസ് 1 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഉണ്ട് ആവറേജ്. ഈ 3/4 മണിക്കൂർ ക്ലാസ് ഒരു 20 മിനിറ്റ് കൊണ്ട് തീരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഡൈഡ് ഒരു അസുഖം കൊണ്ട് മരിച്ചത് കൊണ്ട് ഡൈഡ് ഓഫ് ആണ് വരിക. അസുഖമല്ലായിരുന്നെങ്കിൽ ഡൈഡ് ഫ്രം വരുമായിരുന്നു. കോളറ ഒരു ഡിസീസ് ആണ്, അതുകൊണ്ട് ഡൈഡ് ഓഫ് ആണ്. ഇനി ഒരാളുടെ കൈ കൊണ്ട് മരിച്ചാൽ ഡൈഡ് ബൈ എന്ന് വരും. അത് നമ്മൾ 2-3 ക്ലാസ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണോട് ട്രൈ ചെയ്ത് നോക്കിയേ രജിത. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ട് കയറാം. സോറി. നോ പ്രോബ്ലം, കുഴപ്പമില്ല. എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ ലാസ്റ്റ്
He was accompanied. വിത്ത് ആണ്. മേരി രശ്മി എന്ന് പറഞ്ഞവർക്ക് ഇതിന്റെ ആൻസർ എന്താ? ബൈ. Sir, accompanied by. അക്കമ്പനിഡ് ബൈ ആ വരിക കേട്ടോ. ഓക്കെ, അക്കമ്പനിഡ് ബൈ. ഇനി അടുത്തത് സൂര്യ പറ. സൂര്യ. ഷി ഹാസ് 3 children. ഡാഷ് ഹർ ഫസ്റ്റ് ഹസ്ബൻഡ്. ഫ്രം ഹർ ഫസ്റ്റ് ഹസ്ബൻഡ്. ബൈ ആണ്, ബൈ. സോറി. കേട്ടോ. യെസ്, നോ പ്രോബ്ലം. ഷി ഹാസ് 3 children ബൈ ഹർ ഫസ്റ്റ് ഹസ്ബൻഡ്. കുഴപ്പമില്ല, എങ്ങനെ തെറ്റിട്ട് തന്നെ പഠിക്കാം. പക്ഷെ നിങ്ങൾ തെറ്റാൻ പാടില്ലായിരുന്നു. ഇത്രയും ക്ലാസ് കഴിഞ്ഞതുകൊണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സെറീന ഓക്കെ അല്ലേ? അപ്പോ സൂര്യ ഇതിന്റെ ആൻസർ പറയാം. സച്ചിൻ ഇസ് ഗ്രേറ്റ് പ്ലെയർ. Sachin is a great player among the world cricket players. എമംഗ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്. അടുത്ത നിങ്ങൾ പറ സൂര്യ. യു ക്യാൻ ട്രാവൽ ഡാഷ് റോഡ്. You can travel by road. വെരി ഗുഡ്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ? ഓക്കെ, അടുത്തത് ആതിര. ആതിര. സർ സർ എനിക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വോയിസ് വരാൻ. നോ പ്രോബ്ലം. അടുത്ത മേരി. Sir, പറ ആൻസർ. my friend stood dash me during my difficulty. Stood beside me. By ആണ്. സ്റ്റാൻഡ് ബൈ എന്നൊരു പ്രയോഗം പഠിച്ചിട്ടില്ലേ? കൂടെ നിൽക്കുക. Sir. സ്റ്റാൻഡിന്റെ പാസ്റ്റ് ആണ് സ്റ്റുഡ്. അപ്പൊ സ്റ്റുഡ് by. Okay. ഇനി മറക്കോ? ഇല്ല. കൂടെ നിൽക്കുക, ഒപ്പം നിൽക്കുന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? Stood by അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ. സ്റ്റാൻഡ് ബൈ. അതിന്റെ പാസ്റ്റ് സ്റ്റുഡ് ബൈ. അപ്പൊ കുഴപ്പമില്ല. ബ്രിസ്റ്റോയിലെ പോയിട്ട് 18 സെറ്റും ചോദ്യം ചെയ്യണം കേട്ടാ. ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം എന്നോട് ഞാൻ 18 തീർത്തു എന്ന് എല്ലാവരും. ഇപ്പൊ ആതിര അല്ലെങ്കിൽ ഇപ്പൊ രജിത ചെയ്യുകയാണെങ്കിൽ ആ ബ്രിസ്റ്റോയിൽ പോയി 18 സെറ്റും ചെയ്ത് ഒരു പ്രാവശ്യം അല്ല, ഒരു സെറ്റ് ഒരു പ്രാവശ്യം ചെയ്യാം. അപ്പൊ 10 ചെയ്യുമ്പോൾ ഒരു 5 തെറ്റുമായിരിക്കും. കുഴപ്പമില്ല. അപ്പൊ തന്നെ ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ 10 കിട്ടും. പിന്നെ 10 കിട്ടുമ്പോൾ നിർത്തേണ്ട. 10 കിട്ടിയിൽ വെറുതെ ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ അത് വെള്ളം പോലെയാവും. അപ്പൊ ഒരു 3 പ്രാവശ്യം ഒരു സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് 2ാമത്തെ സെറ്റിലേക്ക് പോവാ, 3ലേക്ക് പോവാ, 4ാമത്തെ സെറ്റിലേക്ക് പോവാ, 5ലേക്ക് പോവാ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോ. പേടിക്കൊന്നും വേണ്ട. ഗ്രൂപ്പിൽ അപ്പൊ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതെന്താ ഇങ്ങനെ ചോദിച്ചാൽ അപ്പോ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ ആയിരിക്കും. ഡൗട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടോ. പറയൂ. ടെലഗ്രാമിലാണോ അത്? ഏതാ? ടെലഗ്രാം ഗ്രൂപ്പ് അല്ലേ? ടെലഗ്രാം ഗ്രൂപ്പ് അല്ലേ? ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടാ മതി. അപ്പൊ അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ട് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാം. അപ്പൊ ആരെങ്കിലുമൊക്കെ മറുപടി തരും. ഞാൻ മറുപടി തരും. ഓക്കെ, അങ്ങനെ 18 സെറ്റും തിരിച്ചും മറിച്ചും ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ ചോദ്യം വരും. 1-2 മാർക്ക് പരീക്ഷയ്ക്ക് പ്രപ്പോസിഷൻ പഠിച്ചാൽ കിട്ടും. അതുകൊണ്ട് അത് വെറുതെ കളയണ്ട. ആ 18 സെറ്റ് ചോദ്യം ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയ്ക്ക് വരുള്ളൂ. ഒരു പേടിയും പേടിക്കണ്ട. ഇനി drivers must conform dash traffic regulations to avoid accidents. Must conform to traffic rules. Conform to എന്ന് പറഞ്ഞാൽ obey അല്ലേ? അതെ. അടുത്തത് we traveled dash car. Traveled by car. ഒന്ന് ട്രാവൽ കണ്ട ബൈ ആയിരിക്കും. ട്രാവൽ ബൈ. പിന്നെ കൂടാതെ ഇതൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് കാർ. അതിന്റെ മുമ്പിൽ ബൈ. അടുത്തത് James passed by. കടന്നുപോയി എന്നതിന് ഇംഗ്ലീഷിൽ കടന്നു പോവുക. Along his. ആർക്കെ സ്റ്റേജിൽ വരാട്ടോ. ആൻസർ പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ. എന്താണ് പാസ് ബൈ? പാസ് ബൈ എന്ന് പറഞ്ഞാൽ കടന്നു പോവുക എന്നാണ്. ഇപ്പൊ സ്കൂളിന്റെ അടുത്ത് ഇന്ന് രാവിലെ സ്കൂളിന്റെ അടുത്ത് കൂടെ കടന്നുപോയി. ഓക്കെ മേരി ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഇനി 13ാമത്തെ ചോദ്യം. യൂസ് എ കറക്റ്റ് ഫ്രേസ് എവറി സിറ്റിസൺ ഷുഡ് എബൈഡ്. അനുസരിക്കുക. എബൈഡ്.
Abide by, conform to. ശ്രദ്ധിക്കണേ, കൺഫോം ടു അനുസരിക്കുക. രണ്ടിന്റെ അർത്ഥം ഒബേ എന്നാണ്, അനുസരിക്കുക. എബൈഡ് ബൈയും കൺഫോം ടു. രശ്മിയുടെ മേരി രശ്മിയുടെ സൗണ്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സൂര്യ ഒന്ന് ട്രൈ ചെയ്ത കാലത്ത് വാട്ട് ഇസ് ദ ടൈം ഡാഷ് യുവർ വാച്ച്? വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച്? യെസ്, നമ്മൾ സമയം ചോദിക്കുമ്പോൾ വാട്ട് ഇസ് ടൈം ബൈ യുവർ വാച്ച് എന്നാണ് ചോദിക്കുക. അതൊരു ശൈലിയാണ്, ബൈ യുവർ വാച്ച്. ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ്. ഹി ഡൈഡ് ബൈ ഹിസ് ഓൺ ഹാൻഡ്സ്. എന്തുകൊണ്ടാ ബൈ വന്നത്? കരങ്ങളാൽ എന്നുള്ള അർത്ഥത്തില്. കരങ്ങളായിരുന്നു. ഇതൊരു അസുഖമാണ് വിചാരിക്കും, കോളറയാണ് അല്ലെങ്കിൽ കോവിഡ് ആണ്. ഹി ഡൈഡ് ഓഫ് കോവിഡ്. അപ്പൊ ഓഫ് വരും. ശ്വാസം മുട്ടിയാ മരിച്ചത്, സഫക്കേഷൻ. ഫ്രം. ഹി ഡൈഡ് ഫ്രം സഫക്കേഷൻ. യെസ്, ഗുഡ്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.